എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങാൻ പോവുകയാണ്. ഓഗസ്റ്റ് 3-നായിരിക്കും തുടങ്ങാൻ പോകുന്നത്. മുൻപത്തെ സീസണേക്കാളും ഏറെ വ്യത്യസ്തമായിരിക്കും ഈ വർഷത്തെ സീസൺ എന്നാണ് തോന്നുന്നത്. കാരണം പ്രൊമോയൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കഴിഞ്ഞ 6 സീസൺ വച്ച് നോക്കുമ്പം ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ 4 ആണ്. കാരണം സീസൺ 4 കണ്ടന്റ് ഒരുപാടുണ്ടായിരുന്നു. മാത്രമല്ല കിടിലം പ്ലേയേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ഒരു സൈഡിൽ ഒരു നായകൻ ഉണ്ടെങ്കിൽ മറു സൈഡിൽ വില്ലനും അതുപോലെ ഉണ്ടായിരുന്നു. നല്ല സ്ട്രോങ് സീസൺ ആയിരുന്നു. റോബിൻ, ദിൽഷ, റിയാസ്, ബ്ലെസ്ലി, അതുപോലെ കഴിഞ്ഞ സീസൺ 6 നല്ല സ്ട്രോങ് പ്ലെയർ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷേ അർഹിച്ച ആളല്ല വിജയിച്ചത്. വിജയിച്ച ആൾക്കൊരു ഇതില്ല. വിജയിക്കാൻ യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നേ പറയാൻ പറ്റുള്ളൂ ജിൻഡോ. കാരണം കഴിഞ്ഞ സീസൺ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആവാൻ കാരണം ജാസ്മിൻ, അതുപോലെ ഗബ്രി, ഇവരൊക്കെ തമ്മിലുള്ള ഒരു ഇതാണ് അത്രയും പോപ്പുലർ ആവാൻ കാരണം. പിന്നെ റോക്കിയും സിജുവും തമ്മിലുള്ള അതും കുറച്ച് പോപ്പുലറായി. അതുകൊണ്ടാണ് ആ സീസൺ വൈറലായത്. സീസൺ 5 ആണെങ്കിൽ സത്യം പറഞ്ഞ ഏറ്റവും മോശം സീസൺ 5 ആയിരുന്നു. കാരണം ഒരു കണ്ടന്റും ഇല്ല, കുറേ വാഴകൾ മാത്രം ഉണ്ടായിരുന്ന സീസണാണ് സീസൺ 5. സീസൺ 5 അഖിൽ മാരാർ നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നെങ്കിലും ഓപ്പോസിറ്റ് ഉള്ളതാരും അത്രയ്ക്ക് സ്ട്രോങ് അല്ല. അതുകൊണ്ട് തന്നെ അഖിൽ മാരാറിനോടൊപ്പം കളിച്ച് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ അവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര ഒരു ബോർ സീസണായി സീസൺ 5 മാറിയത്. പക്ഷേ സീസൺ 4 നോക്കുമ്പം കണ്ടന്റ് കിഡിലുമായിരുന്നു. ലവ് ഉണ്ടായിരുന്നു, ആക്ഷൻ, റൊമാൻസ്, കോമഡി, മൊട്ടം ലക്ഷ്മിപ്രിയയുടെയും റിയാസിൻ്റെയൊക്കെ കോമഡി, അതുപോലെ ബ്ലെസ്ലിയുടെ കോമഡി, കിഡിലൻ സീസൺ ആയിരുന്നു സീസൺ 4. സീസൺ 3-ഉം 2-ഉം അതുപോലെ തന്നെ സീസൺ 1-ഉം സൂപ്പറായിരുന്നു. അപ്പോൾ ഇനി അറിയാനുള്ളത് സീസൺ 7-ന്റെ കാര്യമാണ്. ഇത്തവണ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതായത് ബിഗ് ബോസ് ഹൗസ് 2 ബിഗ് ബോസ് ഹൗസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കൂടാതെ ലാലേട്ടൻ ഇത്തവണ വേറെ ഒരു രീതിയിലായിരിക്കും ഇപ്പം ഇത്തവണത്തെ ബിഗ് ബോസ് ആങ്കർ ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് പ്രൊമോയിൽ നിന്ന് തന്നെ മനസ്സിലാവും. ലാലേട്ടൻ്റെ വേറെ ഒരു ഗെറ്റപ്പ് നമുക്ക് ഒരു പക്ഷേ സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ഗെറ്റപ്പ് നമുക്ക് ഈ സീസണിൽ കാണാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ വാർത്തകൾക്കായി എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനിയും കാണാം.